കോഴിക്കോട് താമരശ്ശേരിയിൽ ഭർത്താവിൽ നിന്ന് കാർ വാങ്ങിയതിന് ഭാര്യയുടെ കൊട്ടേഷൻ 20-ലേറെ ഗുണ്ടകളുമായി എത്തിയാണ് നരിക്കുനി സ്വദേശി ഷാഹിന വീട് കയറി ആക്രമണം നടത്തിയത്. ചുങ്കം കരക്കാമ്പൊയിലിൽ അഷ്റഫിനും കുടുംബാംഗങ്ങൾക്കുമാണ് മർദ്ദനമേറ്റത്. വീട്ടിൽ നിർത്തിയിട്ട കാർ തല്ലിപ്പൊളിച്ചു. താൻ അറിയാതെയാണ് ഭർത്താവ് തന്റെ കാർ വിറ്റതെന്ന് ഷാഹിന പറയുന്നു. സലാം മുഹമ്മദ് ഉണ്ട് വിവരങ്ങൾ നൽകാൻ. സലാം, എന്താണ് സംഭവിച്ചത്? രേഷ്മ, ഇന്ന് ഉച്ചയോടെയാണ് ഈ വീട് കയറി ആക്രമണം ഉണ്ടായത്. താമരശ്ശേരി ചുങ്കത്താണ് ആക്രമണം ഉണ്ടായത്. ചുങ്കം കരക്കാമ്പൊയിൽ സ്വദേശിയായിട്ടുള്ള അഷ്റഫിന്റെ വീട്ടിൽ കയറിയാണ് ആക്രമിച്ചത്. ഈ ഷാഹിന എന്ന് പറയുന്ന നരിക്കിനി സ്വദേശിയാണ് 20ഓളം ഗുണ്ടകളെ കൂട്ടി വീട്ടിലെത്തുകയും ഉച്ചയോടെ അഷ്റഫിന്റെ വീട്ടിലെത്തി അഷ്റഫിന്റെ കുടുംബാംഗങ്ങളെയും അഷ്റഫിന്റെ വീടടക്കം ആക്രമിക്കുന്ന സംഭവം ഉണ്ടായത്. ഇത് പ്രധാനമായും പറയുന്ന കാര്യം, ഈ ഷാഹിനയും അവരുടെ സുഹൃത്ത്, അവരുടെ പാർട്ണറായിട്ടുള്ള സിറാജും തമ്മിൽ ചില പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. എന്നാൽ ഷാഹിനയുടെ പേരുള്ള കാർ മറ്റൊരാൾക്ക്, അതായത് ഇപ്പോൾ ആക്രമിക്കപ്പെട്ട അഷ്റഫിന് വിൽപ്പന നടത്തി. അഷ്റഫ് 2 ലക്ഷം രൂപ അഡ്വാൻസായി നൽകുകയുമുണ്ടായി. ഇതിൽ തുടർന്നുള്ള ചില വാക്കേറ്റം അല്ലെങ്കിൽ ചില പ്രശ്നങ്ങളാണ് ഈ രീതിയിലുള്ള ആക്രമണത്തിലേക്ക് നയിച്ചതെന്നാണ് പോലീസ് പ്രാഥമികമായി കണക്കുകൂട്ടുന്നത്. ഏതായാലും ഇന്ന് ഉച്ചയോടുകൂടി ഈ ഷാഹിനയും 20ഓളം ഗുണ്ടകളും വീട്ടിലെത്തുകയും അഷ്റഫിന്റെ വീട്ടിലെത്തുകയും അഷ്റഫിന്റെ ഭാര്യ, ഉമ്മ, അതുപോലെ അഷ്റഫിന്റെ മകൻ, ഇവർക്ക് 4 പേർക്കുമാണ് ഈ ആക്രമണത്തിൽ പരിക്കേറ്റിട്ടുള്ളത്. ഇവരെ പിന്നീട് താമരശ്ശേരി താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയായിരുന്നു. ഏതായാലും പോലീസ് ഇക്കാര്യത്തിൽ 7 പേരെയും 3 വാഹനങ്ങളും കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. 4 കാറുകളിലും 2 ബൈക്കുകളിലുമായി എത്തിയ സംഘമാണ് ആക്രമണം നടത്തിയതെന്നാണ് പോലീസ് പറയുന്നത്. ഏതായാലും ഈ കേസിൽ 7 പേരെ പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. ഇപ്പോൾ അന്വേഷണം പുരോഗമിക്കുകയാണ്. രേഷ്മ, ശരി.